ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി ഒരു ആഘോഷത്തിൽ പങ്കെടുത്തത് സുഖസുഭിക്ഷമായ സദ്യ കഴിച്ചു എന്ന ഒരു വിവാദം ഉയർന്നു വന്നു. അതിന് അദ്ദേഹം തിരിച്ചടിച്ചത് നേരത്തെ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നാട്ടിലുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം മാറ്റിവെച്ച് ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. എന്താണ്? ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആ ഘട്ടത്തിൽ നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ശ്രദ്ധയിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ഒരിക്കൽ 100 സീറ്റോടെയൊക്കെയാണ് ഇനി കേരളത്തിൽ വന്നു. അടുത്ത തവണ 100 സീറ്റോടെ PS അധികാരത്തിൽ വരും. ട്രെൻഡൊക്കെ മാറി മടങ്ങും വരും. പക്ഷേ പാർട്ടിയുടെ കോട്ടക്കൊത്തടങ്ങളായ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി പാർട്ടിക്ക് കിട്ടിയിരുന്ന ആയിരക്കണക്കിന് വോട്ടുകൾ മാറി മറിയുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിയും. ഇല്ല, ഞങ്ങൾ ലാഘവത്തോടെ കാണുന്നില്ലല്ലോ. അത് ഗൗരവത്തോടെ തന്നെയാണല്ലോ കാണുന്നത്. ആ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങൾ അതിനെ സമീപിച്ചിട്ടുള്ളത്. സവർക്കർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിലപാടാണ്. അതിൽ സവർക്കറെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അത് RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാതെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനറിയാവുന്ന കാര്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ സുപ്രധാന ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കാതെ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കലാണ്. അതിനാണ് സവർക്കർ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. എന്നാൽ സവർക്കറെ മഹത്വവൽക്കരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ RSS സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു വഴിയും അവർക്കില്ല, ഇത്തരൊരു മാർഗം സ്വീകരിക്കലല്ലാതെ. യഥാർത്ഥ ചരിത്രം പറയാൻ പറ്റില്ലല്ലോ. യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതിനെ കാണേണ്ടി വരുമല്ലോ. അന്ന് ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് വെറുതെ ദുർവ്യയം ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ തയ്യാറായതാണ് RSS. അങ്ങനെയുള്ള RSSനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ടിട്ട് പൂർണ്ണ പിന്തുണ, നിങ്ങളിവിടെ തുടർന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നിങ്ങൾ എതിർക്കുകയല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് അവർ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഇപ്പോൾ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാനുള്ള രീതിയിലേക്ക് ചരിത്രം മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായാണ് സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ആ നയം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിലെ നടപടിയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്, UDF ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണണം. അപ്പോൾ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിരിക്കുന്നുവെന്ന് സംഘപരിവാറുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ ബലത്തിൽ കൂടിയാണ് ഇതുപോലൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്, സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇത് UDF ഗവൺമെൻറ്റിൻ്റെ
ഒത്തുകളിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്ന് കാണണം.